അപ്പം ഞാനിവിടെ ഈസ്റ്റർ അപ്പം തയ്യാറാക്കാൻ പോവാണ്. 1 കിലോ അരി പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈസ്റ്ററിന് കള്ളപ്പം ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിന് വേണ്ട അരിപ്പൊടി 1 കിലോ അരി പൊടിച്ചതാണ്. അതിന് കപ്പി കാച്ചതാണ്. കപ്പി കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു തവി അരിപ്പൊടി എടുത്ത് വെള്ളം ചേർത്ത് കുറുക്കിയെടുക്കണം. വേണ്ടി കുറുക്കി അടുപ്പത്ത് വയ്ക്കട്ടെ. അപ്പോൾ കപ്പി കാച്ചി കലത്തിലൊഴിച്ച് പൊടി കലക്കി വയ്ക്കാനുള്ള കലത്തിലൊഴിച്ച് ഇതേ പാകത്തിന് ഇതിങ്ങനെ കുറുക്ക് ഒഴിച്ചാൽ കിട്ടുന്ന പാകത്തിന് ഞാൻ കുറുക്കി വെച്ചു. ഇനി ഇതിലേക്ക് അരിപ്പൊടി ഇടണം. പാകത്തിന് വേണ്ട ഉപ്പ് ഉപ്പിട്ടു. അതിന് 1 സ്പൂൺ പഞ്ചസാര ഇടണം. ഇതിന് ചേർക്കാൻ ആവശ്യമായ ജീരകം, ഉള്ളി, തേങ്ങ അരച്ചത്, കുറച്ച് ചോറ്, 1 സ്പൂൺ ചോറും ചേർത്ത് അരച്ചതാണിത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഈ ജീരകം അരച്ചതും ഉള്ളി, ജീരകം, തേങ്ങ, ചോറ് ഇതെല്ലാം കൂടി കൂട്ടി അരച്ചതൊക്കെ ചേർത്ത് ഇനി ഒരു തേങ്ങ ചിരണ്ടിയത് അത് ചേർത്തിട്ട് ചെറിയ ചൂടുവെള്ളം, അധികം ചൂട് പാടില്ല, ചെറിയ ചൂടുവെള്ളം ചേർത്ത് കുഴയ്ക്കണം. അപ്പോൾ ഇത് കുഴച്ച് നല്ല പാകത്തിനായിട്ട് ഈ പാകത്തിന് വയ്ക്കണം. ഇനി ഒരു 5-6 മണിക്കൂർ ഇരുന്ന് പൊളിച്ച് കഴിയുമ്പം നമുക്കെടുത്തിട്ട് അപ്പം ചൂടാം. ഇതാണ് എൻ്റെ പാകം. ഈ പാകത്തിന് കുഴച്ച് വയ്ക്കണം. അപ്പോൾ നമ്മുടെ ഈസ്റ്ററിന് നമ്മൾ കലക്കി വെച്ച് അപ്പം പൊടി നല്ല കലക്കി നല്ല കുളിച്ച് നല്ല പാകമായിട്ടുണ്ട്. അപ്പം ഞാൻ അപ്പം ചുട്ടു. ഈസ്റ്ററിനുള്ള കള്ളപ്പാണ്. അപ്പം ചുടുമ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വരുന്നുണ്ട്. പണ്ട് കാലത്ത് ഒരു അപ്പാപ്പനും അമ്മാമ്മയും അവർക്ക് പണിയെടുക്കാനൊന്നും വയ്യ. അപ്പോൾ അവർ ഭിക്ഷ അയക്കാൻ പോയി. അവർ ഭിക്ഷ അയച്ചു കൊണ്ടുവന്ന് അവർക്ക് കുറച്ച് അരി കിട്ടി, കുറച്ച് പൈസയൊക്കെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് അമ്മാമ്മ അപ്പം ചുട്ട് അപ്പാപ്പൻ കടയിൽ പോയി സാധനമൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ അപ്പം എല്ലാം ചുട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരപ്പം അധികമുണ്ട്. ഉണ്ടപ്പോൾ അപ്പം പറഞ്ഞു ആദ്യമുള്ള അപ്പം എനിക്ക് തന്നെ പറഞ്ഞു. അപ്പോൾ അമ്മമ്മ പറഞ്ഞു അതെനിക്ക് വേണം, ഞാനല്ലേ അപ്പം ചുട്ടത്, അപ്പോൾ അതെനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ തർക്കായി. ഇത് തർക്കിച്ച് അപ്പം ആർക്കപ്പം കൊടുക്കേണ്ടത്, ഇവർക്ക് മുറിച്ച് പങ്കിട്ട് കഴിക്കാനൊന്നും ഇവർക്ക് സന്മനസ്സില്ല. അപ്പോൾ ഇവരിങ്ങനെ ഇരുന്ന് തർക്കിക്കാൻ തുടങ്ങി. അപ്പോൾ അപ്പം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അപ്പം അവിടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഇവിടെ ചെറിയ വീടാണ്, അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഈ പൊക്കും വെച്ചുകൊണ്ട് തലയിൽ മുണ്ടിട്ട് ഇരിക്കാൻ മൂലയിൽ. അപ്പോൾ അവരങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഇരുന്നപ്പോൾ രണ്ടാളും ഇരുന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു അനക്കം കേട്ടെടുക്കില്ല. അപ്പോൾ അപ്പം പറഞ്ഞു പൂച്ച വന്നിട്ട് നമ്മുടെ അപ്പൊക്കെ കൊണ്ടുപോയി നമുക്ക് പോയി നോക്കണം പറഞ്ഞു. അപ്പോൾ അമ്മമ്മ പറഞ്ഞു അപ്പം അധികമുള്ള ഇരിക്കും, നിങ്ങളാണ് ആദ്യം വേണ്ടിയത്, അപ്പം അധികമുള്ള ഇരിക്കുക എന്നിട്ടെന്ന് പറഞ്ഞാൽ അമ്മമ്മ എണിച്ച് ഓടി. രണ്ടുപേരും കൂടെ ഓടിച്ച് നോക്കുമ്പോൾ അപ്പം ഒരപ്പം ബാക്കിയുള്ളൂ. ബാക്കി അപ്പമൊക്കെ പൂച്ച എടുത്തുകൊണ്ടേ തിന്നു. ലാസ്റ്റ് ഇവർക്ക് ആകെ സങ്കടമായി. അവർ വേഗം അപ്പം പങ്കിട്ട് രണ്ടുപേരും കൂടെ മുറിച്ച് തിന്നിട്ട് അവർ പോയി. പിന്നെ സങ്കടപ്പെട്ട് പോയി കിടന്ന് വിശന്നോട് പോയി കിടന്ന് ഉറങ്ങി. അപ്പോൾ എന്തായി, അങ്ങനെ വയസ്സാം കാലത്ത് പോലും അവരുടെ വാശിയും വൈരാഗ്യവും ഒന്നും അവർ വിട്ടിട്ടില്ല. അവർക്ക് വാശി വിടില്ല. അവർക്ക് അപ്പത്തിന് വേണ്ടിയിട്ട് അവർ തർക്കം കൂടി. അതുപോലെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എല്ലാ വൈരാഗ്യം വെടിഞ്ഞ് വയസ്സാം കാലത്തെങ്കിലും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടാതെ നമ്മൾ നന്നായിട്ട് ജീവിക്കുക, വിശ്വാസം കൊടുക്കരുത് ആത്മാവിന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കഥ പറഞ്ഞത്. ഇല്ല നല്ല ഭാഗമായിട്ടുണ്ട്. ഉപ്പിട്ട് ഇങ്ങനെ മറിച്ചിട്ട് അടുത്ത അപ്പം കഴിക്കുക. Hoppers are from Sri Lanka. The Christian culture hopper of the Kerala. Oh, this is Kerala food's amazing, and it's vegan. Yeah, it's vegan. This vegan with the coconut milk. Wow, Yeah. that's good. This rice because I'm intolerant to chana and besan. Amazing, and a small salad This is small salad. with pineapple. The colours are amazing. Thank you so much. I love vegetables. In Cuba, there's still places where they're in the countryside. You can get and you can climb across. But that's what it looks like. Malamai is her. I think she's a famous actress or Oh, something. ഇപ്പം മമ്മി ഉണ്ടാക്കിയ അപ്പത്തിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഉഗ്രൻ, ഒന്നും പറയാനില്ല, അടിപൊളി. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. സോ നെക്സ്റ്റ് എപ്പിസോഡുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ. ഇനിയിപ്പോ കഴിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. എങ്ങനെയുണ്ട്? ഇനി കഴിക്കാൻ തോന്നുന്നുണ്ട്. ഞാനിത് കഴിച്ചാലോ, അതുകൊണ്ട് നിർത്തുന്നു. വേണ്ട മതി പോട്ടെ. സോ നീ കഴിച്ചോട്ടോ. ഓക്കെ.